ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ്. ഇന്ന് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഞാനിവിടെ ഓവൺ ഇല്ലാതെയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വിനെഗർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് മാറ്റിവെക്കാം. കേക്കിന് ആവശ്യമായ ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ ചേരുവകളും മെഷർമെൻറ്റ് കപ്പിൽ വേണം എടുക്കാൻ. 2.5 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ, റെഡ് ഫുഡ് കളർ ആവശ്യത്തിന്, ബേക്കിംഗ് സോഡ 1.5 ടീസ്പൂൺ, പൊടിച്ച പഞ്ചസാര 1.5 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, മുട്ട 2 എണ്ണം, ഉപ്പ് 1/4 ടീസ്പൂൺ. ഇത് നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അരിപ്പയിലേക്ക് നമുക്ക് മൈദ, പൊടിച്ച പഞ്ചസാര, കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ശേഷം നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നല്ലവണ്ണം പിരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ബട്ടർ മിൽക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയ ബൗളിലോട്ട് എടുക്കാം. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം. 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്പൂൺ ഉപയോഗിച്ചോ സ്പാച്ചുല ഉപയോഗിച്ചോ നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ തരി കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് നമുക്കിത് കൈകൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റിംഗ് പാടില്ല. മെല്ലെ സാവധാനത്തിൽ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി റെഡ് ഫുഡ് കളർ കൂടി ആഡ് ചെയ്യാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം. ഞാനിവിടെ സോസ് പാനിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവണിലും ഇത് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ട ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഒരു സോസ് പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് എല്ലായിടത്തൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സോസ് പാൻ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഉണ്ടാക്കിയ കേക്ക് ബാറ്ററിൻ്റെ ഹാഫ് പോർഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച ഉടനെ നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. വെരി ലോ ഫ്ലെയിമിൽ നമുക്കിതൊരു 20 മുതൽ 30 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെക്കാം. ബാക്കിയുള്ള മിശ്രിതം വേറൊരു സോസ് പാനിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് അല്പം മുറിച്ച് മാറ്റണം. ഈ മുറിച്ച് മാറ്റിയത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ട ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കണം. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് റെഡ് വെൽവെറ്റ് കേക്കിന് ഏറ്റവും നല്ലത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 1 പാക്കറ്റ് വിപ്പിംഗ് പൗഡർ അഥവാ 100 മില്ലിയുടെ 1 പാക്കറ്റ് വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരൽപ്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. പിന്നെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണ്ട ക്രീം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ആദ്യം ഫസ്റ്റ് ലെയർ കേക്ക് വെക്കാം.
അതിൻ്റെ മുകളിലേക്കായി നമുക്ക് ഫ്രോസ്റ്റിംഗ് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലായി അടുത്ത ലെയർ കൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നല്ലവണ്ണം ഒന്ന് ഫ്രോസ്റ്റിംഗ് വെച്ച് കൊടുക്കാം. നമുക്ക് കേക്ക് ഫുള്ളും നമ്മുടെ ഫ്രോസ്റ്റിംഗ് കൊണ്ട് കവർ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ കേക്കിൽ നിന്ന് മുറിച്ച് മാറ്റിയ ആ പീസ് പൊടിച്ചിട്ടാണ്. ക്രീം കൊണ്ട് നമുക്ക് കഴിയുന്നത്ര സ്മൂത്താക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം. താങ്ക്